നമസ്കാരം, ഷെർത്തിരുവലയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ അടുത്താണ്. തങ്കച്ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ചേട്ടാ, ഈ സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം ചെറുകോൽപ്പറ വായ്പൂരാണ്. വായ്പൂര്. അപ്പോൾ വായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ തങ്കച്ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ചേട്ടന് പറ്റിയത്? എനിക്ക് ഒരു 30 വർഷം മുന്നേ ഒരു തെങ്ങുതാടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു. കൂട്ടുകാർ കൂടി എടുത്തുകൊണ്ട് പോയത് വായനശാലയ്ക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. പുറകിൽ നിന്നൊരു കൈ തടി വിട്ടുപോയി. അങ്ങനെ തോളയിൽ നിന്ന് നടുവിന് വീണ് സ്പൈനൽ കോഡ് ഇഞ്ചറി ആയി. 30 വർഷം കഴിഞ്ഞപ്പോൾ. 30 വർഷം? അതെ. ഇപ്പം ജോലിക്ക് കാര്യത്തിന് ഒന്നും പോകാൻ പറ്റത്തില്ല. ഈ 30 വർഷമായിട്ട് 30 വർഷമായിട്ട് നമ്മൾ കിടപ്പ് തന്നെയാണ്. പിന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ചേട്ടനും ചേട്ടത്തി പിന്നെ പിള്ളേരുണ്ട്. അവർ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ എന്തോ ചെയ്യുന്നു? ചേട്ടന് കൂലിപ്പണിയാണ്. പണിക്ക് ഇപ്പം പോകാൻ വയ്യാതെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. എത്ര വയസ്സുണ്ട് ചേട്ടന്? ചേട്ടന് 60 വയസ്സ് അടുത്ത് വരും. 60 വയസ്സുണ്ട്. ഓക്കെ. അത് നടുവിനായിരുന്നു? അതെ, നടുവിനാണ് തടി വീണത്. അല്ലേ? അതെ അതെ അതെ. ഇപ്പം നമ്മുടെ തങ്കച്ചേട്ടൻ പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾ, നമ്മുടെ പ്രേക്ഷകർ. അപ്പം 30 വർഷമായിട്ട് ഈ ഒരു കിടക്കയിൽ തന്നെയാണ്. ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ പറ്റത്തില്ല. ചേട്ടൻ്റെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്. ഇത് വാടക വീടല്ലേ? വാടക വീട്ടിലാണ്. ചേട്ടൻ ഏകദേശം 60 വയസ്സുണ്ട്. അതുപോലെ തന്നെ 2 കുട്ടികൾ, വൈഫ്. കുട്ടികൾ പഠിക്കുമല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ജോലി, അങ്ങനെ സ്ഥിരം ജോലി ഉണ്ടോ? കൂലിപ്പണിയാണ്, സ്ഥിരം ജോലിയൊന്നുമില്ല. ചേട്ടൻ്റെ കാര്യം, പിന്നെ അവരുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ വാടക വീട്ടിലാണ്. നിങ്ങൾക്കറിയാമല്ലോ ഒരു കൂലിപ്പണിക്ക് പോയാൽ എത്ര രൂപ കിട്ടുമെന്ന്. ആകെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഈ ചേട്ടൻ, ഇവർ കുടുംബം. ചേട്ടൻ എന്നെ മൊബൈൽ ഫോണിൽ ആദ്യമേ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്ര വലിയ കാര്യമാക്കിയില്ല. നമ്മൾ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഈ കട്ടിലെ തന്നെയാണ് കിടപ്പ്. 30 വർഷമായിട്ട് ഈ ഒരു അവസ്ഥയല്ലേ? അപ്പോൾ വന്നപ്പോൾ തന്നെ ചേട്ടനെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അതെന്താ ചേട്ടാ ബുദ്ധിമുട്ട്? എനിക്ക് 5 വർഷം മുന്നേ എനിക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ടായിരുന്നു. അത് ബ്ലഡ് വന്നായിരുന്നു 2-3 പ്രാവശ്യം. അതിപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ മൂത്രത്തിൽ പഴുപ്പ് കൂടുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്. പക്ഷെ പോകാനുള്ള സാമ്പത്തികം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോകാറില്ല. പിന്നെ വെള്ളമെല്ലാം കുടിച്ച് മരുന്ന് കുടിച്ച് ഇവിടെ കഴിയുകയാണ്. വളരെ അധികം ബുദ്ധിമുട്ടിലാണ് നമ്മളെ പ്രേക്ഷകർ. ഉറപ്പായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഈ ചേട്ടനെ ഏൽപ്പിക്കുകയാണ്. ഇവർ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ഇതിപ്പം നേരെ മഴയൊക്കെ പെയ്താൽ ഇവിടെ വെള്ളം വീഴും. ചേട്ടൻ കിടക്കുന്നതിൻ്റെ അവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഫുള്ള് വീഴ്ചയാണ്. അതുപോലെ തന്നെ അടുക്കള കാണിച്ചു തരാം. ഇതാണ് ഈ വീടിൻ്റെ ഒരു അവസ്ഥ. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര പാടാണ്. ഇത് കണ്ടോ, ഇത്രയും പടികൾ ഇറങ്ങി വേണം താഴോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുപോകാനും ഒക്കെ. ചേട്ടൻ്റെ അവസ്ഥകൾ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം നമ്മുടെ പ്രേക്ഷകരെ കയ്യിലാണ് ബാക്കിയുള്ള ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ചേട്ടൻ്റെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറും നമ്മൾ വീഡിയോയ്ക്കകത്ത് കൊടുക്കത്തില്ല. ഫസ്റ്റ് കമൻ്റായിട്ടാണ് കൊടുക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ശകലം ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോയ്ക്കകത്ത് കൊടുക്കത്തില്ല. ഫസ്റ്റ് കമൻ്റായിട്ട് ചേട്ടൻ്റെ ബാങ്ക് അക്കൗണ്ടും ഫോൺ നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു തുക ചേട്ടന് വേണ്ടി കൊടുക്കുക, സഹായിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.